ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഇവിടെ എന്താണ് തക്കാളി ഉള്ളിയൊക്കെ കാണിക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ. ഇന്ന് നമ്മളൊരു അടിപൊളി മീൻ കറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആട്ടി വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഉലുവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇതാ ഉലുവ ഇട്ട് കൊടുത്തു. ഇനി ഈ ഉലുവ നന്നായി പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഉള്ളിയും മുളക് അരിഞ്ഞതും കൂടി നമ്മളിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉള്ളി മുളകൊക്കെ അരിഞ്ഞ് വെച്ചത് നമ്മളിതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതൊന്ന് നല്ലപോലെ വഴണ്ട് വരുമ്പോൾ നമ്മളിതാ തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ തക്കാളി ഇട്ടിട്ട് തക്കാളി ഒന്ന് വേവുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ തക്കാളി നന്നായി വെന്ത് വരുന്നുണ്ട്. അപ്പോൾ തക്കാളി നല്ലതുപോലെ വെന്ത് വന്നിറക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരുന്നു, അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത്. അതിന് ശേഷം നമ്മളിതാ മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് മുളക് പൊടി നമ്മളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ കുറച്ച് അത്യാവശ്യം മുളകൊക്കെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. നമ്മളിതാ മുളക് പൊടി ഇട്ട് കൊടുത്ത് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളൊന്ന് തീയൊന്ന് കമ്മിയാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിയാണ് കേട്ടോ ഒഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കുടംപുളി ഉണ്ടെങ്കിൽ കുടംപുളി ഒഴിച്ചാൽ മതി, വെള്ളത്തിലിട്ടിട്ട് ഒഴിച്ചാൽ മതി. അപ്പം നമുക്ക് കുടംപുളി ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞിറക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വാളംപുളിയാണ് കേട്ടോ എടുത്തിറങ്ങണത്. അപ്പോൾ വാളംപുളി നമ്മളൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതാ വാളംപുളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാളംപുളി ഇട്ട് കൊടുക്കുകയാണ്. പുളി നമ്മളിതാ വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്നാലാണ് നമുക്ക് ഇതിൻ്റെ കളറൊന്ന് മാറിക്കിട്ടുള്ളൂ. ഒരു നല്ല കറുപ്പ് കളറായി കിട്ടും കേട്ടോ. ഇത് നല്ല കറുത്ത പുളിയാണ്, അപ്പോൾ നല്ല പുളി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പുളി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിലർക്ക് പുളി നല്ല കൂടുതൽ വേണ്ടി വരും, ചിലർക്ക് കുറച്ച് കമ്മിയായിട്ടാവും വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പുളി എരിവൊക്കെ നന്നായിട്ട് വേണം കേട്ടോ. അപ്പോൾ നമ്മളിതാ നന്നായി തിരുമ്മി നമ്മളിതാ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇതൊക്കെ നമ്മളത് എടുത്ത് കളയണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കൈ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കലുള്ളത്. നന്നായി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴേക്കും നമുക്കിതാ തേങ്ങ നമ്മൾ ചിരവി വെച്ചിട്ടുണ്ട്. അത് നമ്മളിതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചെറുതായി അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ അരച്ച് കൊടുത്തിട്ട് നമ്മളിതാ പുളി നന്നായി തിളച്ച് വന്നപ്പോൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം എത്രണ്ടൊക്കെ ഒഴിക്കണം എന്നുള്ള ലെവലിൽ നമ്മളിതാ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതാ മീനിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ മീൻ ഇവിടെ എടുത്തിരിക്കണത് നെയ്മീനാണ് കേട്ടോ. നെയ്മീൻ നമുക്ക് കിട്ടിയിരുന്നു, അപ്പോൾ നെയ്മീനാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നെയ്മീൻ്റെ തലയും കൂടി നമുക്ക് അവർ തന്നിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്മീൻ്റെ തലയും കഷ്ണങ്ങളും ഒക്കെയാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഇത് നന്നായി തിളച്ച് വരണം കേട്ടോ. അപ്പോൾ നന്നായി കുറുകി വരാൻ വേണ്ടിയിട്ട് ഞാനിതാ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിതാ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നന്നായി കുറുകാൻ വേണ്ടിയിട്ട് ഞാനിതാ അടച്ച് തന്നെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻകറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.